കൊടും തണുപ്പുള്ള അയർലൻഡിലെ ഒരു ഡിസംബർ മാസം. ഇരുണ്ട തണുത്ത അന്തരീക്ഷം, നനുത്ത മഴ പെയ്തുകൊണ്ടേയിരുന്നു. അയർലൻഡിലെ ഒരു പ്രവാസി കുടുംബത്തിലേക്ക് സൂത്രധാരൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അപ്പനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു അണുകുടുംബം. നാട്ടിൽ നിന്ന് ചൈൽഡ് മൈൻഡിങ്ങിനായി അമ്മച്ചിയും കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലെ ഹീറ്റിംഗ് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ മാത്രം. അടുക്കളയിലും സിറ്റിംഗ് റൂമിലും മാത്രം ലൈറ്റ് കാണാം. ആരാ ഹീറ്റിംഗ് വീണ്ടും ഓണാക്കിയത്? ഞാനത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് അറിയത്തില്ലേ? തണുപ്പ് കൂടിയാലും കുറഞ്ഞാലും ഇതിൽ കൂടുതൽ ഹീറ്റിംഗ് ഇല്ല. ബോർഡ് ഗ്യാസ് സ്വന്തം പേരിലാണെന്നാണ് ഇവിടെ പലരും വിചാരം. തണുത്തിട്ട് ഒരു രക്ഷയില്ല. എവിടെ നിന്നൊക്കെയോ കാറ്റ് കയറുന്ന പോലെ. അതാ ഞാൻ വീണ്ടും ബൂസ്റ്റ് ചെയ്തത്. I can't even feel my fingers. At least my Wi-Fi is still strong. Amma, is Santa still coming if it rains? മോൾ ഓടിപ്പോയ 24 ന്യൂസ് ഒന്ന് വെച്ചേ. സാന്റ നോർത്ത് പോളിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാലോ. നമസ്കാരം. 24 അയർലൻഡിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. റഷ്യൻ യുക്രൈൻ യുദ്ധം, ജീവനും ജീവിതവും നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ. ഇതിനോടകം 1 ലക്ഷം പേരാണ് പലായനം ചെയ്തത്. സമാധാന ഉടമ്പടിക്ക് നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇനി ദേശീയ വാർത്തകൾ. അയർലൻഡ് ഗുരുതരമായ ഭവന പ്രതിസന്ധി നേരിടുകയാണ്. രാജ്യത്തിലുടനീളം വാടക നിരക്കുകൾ കുത്തനെ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുകൂടാതെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം അയർലൻഡിലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ വില കഴിഞ്ഞ 12 മാസത്തിനിടെ ശരാശരി 7.3% വർദ്ധിച്ചു. നിലവിൽ ശരാശരി വീടിന്റെ വില ശരാശരി വരുമാനത്തിന്റെ 8 മടങ്ങാണ്. ഇതോടെ ഒരു വീട് സ്വന്തമാക്കുക എന്നത് സാധാരണക്കാർക്ക് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. ഇതിനിടെ ഈ ശൈത്യകാലത്ത് ജീവിത ചെലവ് വർദ്ധിച്ചിരിക്കുന്നത് ജനങ്ങളെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റവും ഗ്യാസ്, വൈദ്യുതി നിരക്ക് വർധനവും മൂലവും രാജ്യത്തെ പകുതിയിലധികം കുടുംബങ്ങളുടെയും അവസ്ഥ പരിതാപകരമാണ്. ഗവൺമെന്റ് ഈ വർഷം നികുതി ക്രെഡിറ്റ് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ശൈത്യകാലം എങ്ങനെ ജീവിക്കും എന്ന ആശങ്കയിലാണ് അയർലൻഡിലെ സാധാരണക്കാർ. ഇനി ക്ലോൺബെല്ലിൽ നിന്നുള്ള ചില പ്രാദേശിക വാർത്തകൾ. ടിബറ്റൻ കമ്മ്യൂണിറ്റി പുതിയ ഭാരവാഹികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാവി മാസങ്ങളായി അനിശ്ചിതാവസ്ഥയിലായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായ ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഒരു ചോദ്യചിഹ്നമായി നിൽക്കെ മനു ജോസിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കമ്മ്യൂണിറ്റി അംഗങ്ങൾ സ്വമേധയാ ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി മാസങ്ങളായി നിലച്ചുപോയ കമ്മ്യൂണിറ്റി ആഘോഷങ്ങൾക്ക് ജനുവരി 3-ന് ഹിൽവ്യൂവിൽ വെച്ച് നടക്കുന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷനിലൂടെ വീണ്ടും തുടക്കം കുറിക്കും. ഇതോടെ ഒരു ഇടക്കാലത്തേക്കാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ കമ്മ്യൂണിറ്റിയുടെ സന്തോഷവും ഐക്യവും തിരിച്ചു കൊണ്ടുവരുവാൻ ഇതൊരു വഴിത്തിരിവാകട്ടെ. നല്ലവരായ എല്ലാ ആഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും പിന്തുണയും ഈ അവസരത്തിൽ നേരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി. നാളെ കാണുന്നതുവരെ ശുഭരാത്രി. Fair play to him. One lad saves Christmas. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകമൊരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നും ലോകം കാത്തിരിക്കുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും നറുകിരണങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പ്രതിഫലിക്കാൻ കഴിവുള്ള സാമൂഹിക ബോധവും പ്രതിബദ്ധതയുമുള്ള ഒരു യുവതലമുറയാണ്. പണ്ടായിരുന്നു ക്രിസ്മസ്, ഇപ്പോഴൊക്കെ എന്ത് ക്രിസ്മസ്. Yeah, church is grand and all, but does Jesus actually matter now? 2000 വർഷം മുന്നേ ഇതേ ചോദ്യമാണ് അവരും ചോദിച്ചത്. Yeah, but അവർക്ക് എക്സാം ഇല്ലാന്നു, സ്ട്രെസ് ഇല്ലാന്നു, no Instagram, no Snapchat. ശരിയാ, അവർക്ക് അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിലും വലിയ പ്രശ്നങ്ങളായിരുന്നു ജീവിതത്തിൽ. അവർക്ക് റോമൻ പട്ടാളക്കാരുണ്ടായിരുന്നു, കനത്ത നികുതി ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞെ, നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവിതമായിരുന്നു അവരുടേത്. Granny, if Jesus was born today, where would he go? എന്നാ മോളെ അവള് പറഞ്ഞേ? അത് അമ്മച്ചി, ഇപ്പൊ ഉണ്ണീശ പിറക്കുവാണ്, എവിടെയായിരിക്കും പിറക്കുന്നതെന്ന് അവള് ചോദിക്കുന്നേ.
അതോ സ്വീകരിക്കാൻ മനസ്സുള്ളിടത്തേക്ക്? അവനായി ഇടം ഒരുക്കുന്ന ഏത് ഹൃദയത്തിലേക്കും ജനിക്കാൻ അവൻ തയ്യാറാണ്. വെൽ ലാഡ്സ്, താനാരാ? താനങ്ങനെ അകത്ത് കയറിയേ? കഥയൊക്കെ അടച്ചിട്ടിരിക്കുവായിരുന്നല്ലോ. നിങ്ങൾ ഗബ്രിയേൽ മാലാഖയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉവല്ലോ. ഞാനാണ് സ്വർഗത്തിൽ നിന്ന് വന്ന ആ ഗബ്രിയേൽ മാലാഖ. Why angel is so cool? മാലാഖയോ? അപ്പോ വെള്ളയുടുപ്പും ചിറകൊക്കെ എന്തിയേ? അതൊക്കെ പണ്ടായിരുന്നു അമ്മച്ചി. ലാഡ്സ്, I bring good news, not from Bethlehem, for Ireland today. So, Jesus is not just a Christmas decoration? He never was. When the heart feels heavy, he lifts it. When answers are missing, he holds hope. Even in ordinary moment, he keeps the souls alive. ഇതൊക്കെ കേൾക്കാനും പറയാനും കൊള്ളാം. ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന കഷ്ടപ്പാട് നമുക്കല്ലേ അറിയത്തുള്ളൂ. അരുണേ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ അവൻ കൂടെയുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മനുഷ്യനില്ല. അവനിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റ്. So he is still relevant. More than ever. So guys, there was no room at the inn then. ഇന്ന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ചോദ്യം ഇതാണ്: അവന് ജനിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടോ? ഒരു തരത്തിൽ എന്താണ് മനുഷ്യർ ഇന്ന് കാട്ടിക്കൂട്ടുന്നത്? ക്രിസ്മസിന് കാരണമായ ക്രിസ്തുവിന് വേണ്ടി ഹൃദയമൊരുക്കാതെ പകരം വീടൊരുക്കുന്ന കുറെ മണ്ടന്മാർ. So, Jesus is not outdated? No, he's not. We just forgot him. True. Jesus, be born in our hearts. Maybe Christmas is not about having everything. It's all about having Jesus in our lives. ഈ യാഥാർത്ഥ്യമാണ് ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത്. Jesus didn't stay in the manger. He walked into real homes, real struggles. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോ വരാൻ തയ്യാറാണ്. നമ്മൾ ഹൃദയം തുറന്നിടണം എന്ന് മാത്രം. Here I am to worship, here I am to bow down, here I am to say that you're my